ബാക്ക് ടു മൈ ചാനൽ. സുഖമാണ് എല്ലാവർക്കും? ചായ കുടിച്ചോ? എന്തൊക്കെയാണ് പരിപാടികൾ? അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു ചീരയുടെ റെസിപ്പിയാണ്. അപ്പം നമ്മളുടെ മക്കളൊക്കെ ഇലക്കറികളൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പാലക്കീരയുടെയാണ്, അതായത് പാലക് ചീര. തമിഴ്നാട്ടിൽ പറയുന്ന ചീരയ്ക്ക് പകരം പറയുന്ന കീര എന്നാണ് കേട്ടോ. അപ്പം ഞാൻ നാട്ടിലുള്ളപ്പം എനിക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചീരയല്ല പാലക്ക് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന ചുവന്ന ചീര, പിന്നെ ഒരു പച്ച ചീര അതേപോലെ വരുമല്ലോ, അത് മുരിങ്ങ, പിന്നെ മത്തൻ്റെ ഇല, കുമ്പളങ്ങയുടെ ഇല, ഇതൊക്കെ നമ്മൾ ഉപ്പേരി വയ്ക്കുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇംഗ്ലീഷ് മുരിങ്ങ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റംസ് കൂടെ ആ സൈഡ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പാലക്ക് വന്നിട്ട് എനിക്ക് അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ വന്നപ്പം ഗണേഷിൻ്റെ അമ്മ കുക്ക് ചെയ്യണ ഒരു ചീരയായിരുന്നു കേട്ടോ. പാലക്ക് എന്ന് പറയുന്നത് ഗണേഷിൻ്റെ ഫേവറേറ്റ് ചീരയാണ്. അപ്പം അമ്മയൊക്കെ പോയപ്പോൾ അമ്മ അസാധ്യമായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അമ്മയൊക്കെ പോയതിന് ശേഷം എനിക്കിതെങ്ങനെ കുക്ക് ചെയ്യാറില്ല. അപ്പം എനിക്ക് തോന്നിയ രീതിയിൽ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് അങ്ങനെ ഇപ്പം ഈ റെസിപ്പി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചീര കഴിക്കാത്ത എൻ്റെ മോൻ കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു തരത്തിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന പാലക്കീര നന്നായിട്ട് കഴുകിയിട്ട് നമുക്കതൊന്ന് ഒരു സൈഡിലേക്ക് വെക്കാം. അതിന് ശേഷം നമ്മൾ കുക്കറിലോട്ട് ഒരു കുറച്ച് പരിപ്പ്, ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 4 വിസിൽ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ പാലക്കീര വന്നിട്ട് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് പരിപ്പും തക്കാളിയൊക്കെ വെന്തിട്ടില്ലേ, അതിൽ ഈ ചീര ഇട്ടിട്ട് ഒരു 2 വിസിലും കൂടി എടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. അപ്പോഴേക്കും ഒരു ചട്ടിയിൽ എണ്ണയും കടുകും, മുളക്, പച്ചമുളക്, അതേപോലെ നമ്മൾ വറുത്തിടുക എന്തൊക്കെ യൂസ് ചെയ്യുക വെച്ചാൽ അതെടുത്തിട്ട് വറുത്തിടുക. എന്നിട്ട് ഇതിലോട്ട് ഒഴിക്കുക കേട്ടോ. കുറച്ചുകൂടി ടേസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് നാളികേരം, ജീരകവും കൂടിയിട്ട് അരച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടി ഇൻക്രീസ് ആവും കേട്ടോ. ഞാൻ എളുപ്പപ്പണി ആകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്, ഇല്ലെങ്കിൽ നാളികേരം അരയ്ക്കാറുണ്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം കേട്ടോ.